നിങ്ങളെല്ലാവരും ഓതണം. ഖുർആൻ ശരീഫിനി എപ്പോഴും ഓതേണ്ടതാ, ഖബറിൽ ജവാബിനേറ്റവും ഉതകുന്നതാ. ഖബറിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷ ലഭിക്കുമേ, ഓരോരോ ഹറഫിന് 100 ഫലവും കിട്ടുമേ. അതാണ് ഖുർആൻ. ഇനി മാതാപിതാക്കളുള്ള കടമ. മാതാപിതാക്കൾക്കെപ്പോഴും ഗുണം ചെയ്യണേ, ഖുർആന്റെ കൽപ്പനയാണിതെന്നിനി ഓർക്കണേ. അവർക്കെപ്പോഴും ഒരു കീഴ്വഴക്കം വേണ്ടതാ, സ്വർഗത്തിലേക്കൊരു ബാബുടം തുറക്കുന്നതാ. ഒരു ചീത്ത വാക്കവരെ പറഞ്ഞാൽ പിന്നെ അല്ലാഹു അവനെ ശപിച്ചിടുന്നതു തന്നെ. അതാണ് മാതാപിതാക്കളുള്ള കടമ. ഇനി തഖ്വ. റബ്ബിന് തഖ്വ ചെയ്യണം മടിക്കാതെയും, സൃഷ്ടിച്ചതും അതിനാ സുഹൃത്തേ നിന്നെയും. എന്നാൽ റബ്ബിന്റെ ഹുബ്ബും തൃപ്തിയും ലഭിക്കുന്നതാ, കൂടാതെ വിജയം വേറെയും ലഭിക്കുന്നതാ. അതാണ് തഖ്വ. ഇനി ഇൽമുള്ള ആള്, ഇൽമിന്റെ മഹത്വം. ഇൽമുള്ളവൻ തറ പറ്റിയെന്നാൽ തന്നെയും പറയുന്നതംഗീകാരമായി വരും എവിടെയും. അവനുള്ള ഖബറി എത്രയെത്ര വിശാലമാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. വൈലമുമ്മത്ത് സയ്യിദിനാ മുഹമ്മദ്. സൂപ്പർ കേട്ടോ.